നീ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആയിപ്പോയിരുന്നു. എനിക്ക് പലപ്പോഴും നിൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞാൻ ആരുമല്ല പറയാൻ, എൻ്റെ ഗുരു പറഞ്ഞു തന്ന ജ്ഞാനം വെച്ച് ഞാൻ പറയുന്നു, അത്രയും എനിക്കറിയാം. ഐ ആം നത്തിങ്, ഞാനൊന്നുമല്ല, നിങ്ങളെക്കാളും എത്രയോ പടി കീഴിലാണ്. കാര്യം നിങ്ങൾ ചെയ്യുന്ന സേവനത്തിൻ്റെ ഒരു കാൽഭാഗം വരെ ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം ഞാൻ പറയുന്നു. ഒരേ കാര്യം ഞാൻ പറയുമ്പോൾ ഇറ്റ്സ് എ ട്രൂ ഫാക്ടേ പറയും. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷിൽ പറയുന്നത് മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. നമുക്ക് ചിന്തിക്കാനേ പറ്റൂ, അത് പ്രാബല്യത്തിലാക്കുന്ന ശക്തിയാണ്. ശരിയല്ലേ? കാര്യം ബീന മാഹിയിൽ എവിടെയോ ജനിച്ച് അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ ഇത്രാം വയസ്സിൽ ഒരാളെ കണ്ടുപിട്ടു. അത് ഭഗവാന്റെ ഭയങ്കര, അത് സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. അത് വേറെ ഒരു പഴഞ്ചൊല്ലുള്ള പോലെ ഒരേ മണിയരിയിലും ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും അവൻ തിന്നും. കാര്യം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചെറുപ്പത്തിൽ തന്നെ പലതും അവർ എൻ്റെ അടുത്ത് കൊണ്ട് വരെയാണ് അവരുടെ ശരീരം തരാൻ. പക്ഷേ ഞാൻ അവരുടെ ശരീരത്തേക്ക് എൻ്റെ മനസ്സ് പോവാതെ എന്തോ ആയിട്ട് ഞാൻ അവരുടെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. അവർ എന്നെ ഭയങ്കര സ്നേഹിച്ചു എൻ്റെ ചെറുപ്പകാലത്തിൽ. അതൊക്കെ ഞാൻ ഫീൽ ചെയ്യും. അപ്പോഴും ഞാൻ ആലോചിക്കും എത്ര എണ്ണം ഞാൻ മിസ് ചെയ്ത്. ഈ ട്യൂബ് ലൈറ്റ് പോലില്ല, പെട്ടെന്ന് ഞാൻ ടെക്കെന്ന് ക്ലിക്കാവണ്ടേ എനിക്ക് ആ സമയത്ത്. കുറച്ചാലോചിക്കും. പക്ഷേ എനിക്ക് ദൈവം കുറവൊന്നും തോന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, എൻ്റെ കയ്യിൽ അത് എന്തുകൊണ്ട് ഞാൻ എക്സാമ്പിൾ മനസ്സിലാക്കുന്നത്, നമുക്ക് ഈ ആ മണിയേരിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ബീന എന്നുള്ള മണിയേരി എനിക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബീനെ തിന്നും, ഇല്ലെങ്കിൽ ഞാൻ ബീനെ തൊടില്ല. ഇതാണ് എൻ്റെ സത്യം, നഗ്ന സത്യം. ഇറ്റ്സ് വെരി ട്രൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് ദൈവം തന്ന വീട്ടില് നിങ്ങൾ വന്ന് പോയി അല്ലേ? നിങ്ങൾ വന്ന്, നിങ്ങൾ കാലം വെച്ച്, നിങ്ങളുടെ ഒരു വന്ന് ഞാൻ ഇരുന്ന് ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല സേവനമൊന്നും. വന്ന് അത്രയും ദൂരത്തോ അന്ന് പക്ഷെ അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ, ഞാനൊരു പ്രത്യേക ഒരു ഇതാണ്. ബിക്കോസ് ഒന്നുമില്ല, എല്ലാവരും പോലെ തന്നെ. പക്ഷേ എനിക്ക് ഓവർ ക്രൗഡഡിലൊക്കെ വന്നിട്ട് ഐ കനോട്ട്, അതിനകത്തൊന്നും ഞാൻ കയറി ഇങ്ങനെ വരില്ല. കുറച്ച് ഞാൻ ബാക്കിൽ നിൽക്കും. അങ്ങനെ ഒരു എൻ്റെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അങ്ങനെ ഉണ്ട്. ഇപ്പം നിങ്ങൾ മാത്രം അവിടെ ഇരിക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾ മക്കൾ, ഞാൻ ഡയറക്റ്റ്ലി ഐ വിൽ കം ഇൻസൈഡ്. അതല്ലേ? എനിക്കന്ന് വന്നിട്ടില്ല. ഞാനത് മനോജിൻ്റെ ആദ്യം പറഞ്ഞു, ഞാൻ വന്നിട്ടുമില്ല, മെനിക്കൊന്നും കൊടുത്തിട്ടുമില്ല. അങ്ങനെയുള്ള 2 കാര്യം ഞാനത് പറഞ്ഞു. ഈ 2 എനിക്ക് പെൻഡിങ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്, നിങ്ങൾക്ക് വരണം. എനിക്കറിയാം അറിയാം, എല്ലാം അറിയാം. അതല്ല എനിക്കറിയാം. എനിക്ക് എവിടെയോ ഈ ലോകത്തിൽ എവിടെയെല്ലാം മോളെ കറക്കാൻ ദൈവം എനിക്ക് അനുഗ്രഹിച്ചിട്ടുള്ളത്. എല്ലാം ഡയറക്ഷൻ എല്ലാം നമ്മൾ എത്തിക്കോളും. അതെല്ലാം എത്രയോ സ്ഥലം നമുക്ക് തീർച്ചയായിട്ടും. എനിക്ക് നിങ്ങളെ കാണണം, അന്ന് നിങ്ങളെ ഒരു ബഹുമാനിച്ച് അത് വരണം. പക്ഷെ അവിടെ വന്നപ്പോൾ ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. എല്ലാവരും നിങ്ങളെ വേണ്ടപ്പെട്ട എല്ലാം ഭയങ്കരമായിട്ട് നിങ്ങളെല്ലാവർക്കും ആ സ്നേഹം വാരിക്കോരിയിടുന്ന ഒരാളാണ്. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അതെല്ലാം എത്ര ബാധ്യതയെന്ന് നോക്കാതെ അതെല്ലാം ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ അവിടെ